Welcome. Structure of atom. Section 2. Atomic models. ഈ ടോപ്പിക്കിലെ ആറാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആറ്റം മോഡലിനെ കുറിച്ചാണ്. അതിൻ്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദി ആറ്റം. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. റൈറ്റ് എ നോട്ട് ഓൺ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. കൺസിഡറിങ് ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ and Heisenberg's uncertainty principle, a new model of the atom was suggested, known as quantum mechanical model of the atom. നമുക്കറിയാം, ബോർ മോഡലിൽ ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിളും ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പരിഗണിച്ചിട്ടില്ല. അതായിരുന്നു ബോർ മോഡലിന്റെ ലിമിറ്റേഷൻ. ഈ രണ്ട് പ്രിൻസിപ്പിൾസും കണക്കിലെടുത്ത് പുതിയൊരു ആറ്റം മോഡൽ ഉണ്ടാക്കി. അതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദി ആറ്റം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആറ്റം മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. എന്നിരുന്നാലും ചെറിയ ക്ലാസ്സുകളിൽ ആറ്റത്തിൻ്റെ മോഡൽ പഠിപ്പിക്കാൻ ബോർ മോഡലാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ മോഡൽ വളരെ സങ്കീർണമാണ്. അതിൻ്റെ ബേസിക്കായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൺസിഡറിങ് ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ ആൻഡ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, a new model of the atom was suggested, known as quantum mechanical model of the atom. ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിളും ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പരിഗണിച്ച് പുതിയൊരു ആറ്റം മോഡൽ ഉണ്ടാക്കി. അതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഓക്കെ, അടുത്ത പോയിന്റ്. The new model is based on Schrödinger wave equation. Schrödinger എന്ന് വേണമെങ്കിലും വായിക്കാം. Schrödinger wave equation. പുതിയ ആറ്റം മോഡലിന്റെ അടിസ്ഥാനം ഒരു ഇക്വേഷനാണ്, ഒരു വേവ് ഇക്വേഷനാണ്. അതിൻ്റെ പേരാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ആ ഇക്വേഷൻ വളരെ സങ്കീർണമാണ്. ഏറ്റവും ലഘുവായ രൂപമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണിത് വായിക്കുക എന്ന് നോക്കാം. എച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. മേലെ ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഹാറ്റ്, ഒരു തൊപ്പി പോലെ ഉണ്ടോ ഒരു ചിഹ്നം. എച്ച് ക്യാപ്പ് അല്ലെങ്കിൽ എച്ച് ഹാറ്റ് എന്ന് വായിച്ചാലും കുഴപ്പമില്ല. എച്ച് ക്യാപ്പ്. ഇത് സൈ എന്ന് പറയുന്ന സിമ്പിളാണ്. സൈ, PSI, സൈ. അപ്പോൾ എച്ച് ക്യാപ്പ് സൈ സമം ഇ സൈ. ഇതാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. എച്ച് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ എനർജി ഓപ്പറേറ്റർ എന്ന് വിളിക്കും. തൽക്കാലം ആ ടേംസ് ബൈഹാർട്ട് പഠിക്കുക. ബാക്കിയെല്ലാം വലിയ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളൂ. സൈ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷനാണ്. സൈ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷനാണ്. ഇ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ദി സിസ്റ്റം എന്ന് മനസ്സിലാക്കിയാലും മതി. എനർജി ഓഫ് ദി സിസ്റ്റം, എനർജി ഐജൻ വാല്യൂ എന്നൊക്കെയാണ് കറക്റ്റായിട്ട് പറയുന്നത്. എനർജി ഓഫ് ദി സിസ്റ്റം എന്ന് മനസ്സിലാക്കിയാലും മതി. അപ്പൊ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എച്ച് ക്യാപ്പ് സൈ സമം ഇ സൈ. എച്ച് ക്യാപ്പ് സൈ സമം ഇ സൈ. എച്ച് ക്യാപ്പ് സൈ സമം ഇ സൈ. പുതിയ ആറ്റം മോഡൽ ഈ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അടുത്ത പോയിന്റ് പറയുകയാണ്. ഈ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ
സൈക്ക് ധാരാളം വിലകൾ കിട്ടും, വാല്യൂസ് കിട്ടും. ഇപ്പോൾ നമ്മൾ പോളിനോമിയൽസ് സോൾവ് ചെയ്യുമ്പോൾ എക്സിനൊക്കെ ധാരാളം വാല്യൂസ് കിട്ടാറുണ്ട്. ചിലത് മൈനസ് ആയിരിക്കും, ചിലത് പ്ലസ് ആയിരിക്കും. എക്സ് -2, x+2 എന്നൊക്കെ മാത്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സൈക്ക് ധാരാളം വിലകൾ കിട്ടും, വാല്യൂസ് കിട്ടും. ഓരോ വാല്യൂ ഒരു പ്രത്യേക എനർജി സ്റ്റേറ്റിനെ കാണിക്കുന്നതാണ്. സൈക്ക് കിട്ടുന്ന ഓരോ വാല്യൂ ഒരു പ്രത്യേക എനർജി സ്റ്റേറ്റിനെ കാണിക്കുന്നതാണ്. ആ പ്രത്യേക എനർജി സ്റ്റേറ്റിനെയാണ് പിന്നീട് ഓർബിറ്റൽ എന്ന് വിളിച്ചത്. ഓക്കെ, അടുത്ത പോയിന്റ്, psi ഈസ് ദ വേവ് ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞതാണ്. ഓൺ സോൾവിങ് ദ ഇക്വേഷൻ എ നമ്പർ ഓഫ് വാല്യൂസ് ഫോർ psi ആർ ഒബ്റ്റെയിൻഡ്. ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സൈക്ക് ഒരുപാട് വിലകൾ കിട്ടും. അടുത്ത പോയിന്റ്, ഓഫ് ദീസ് വാല്യൂസ് ഓൺലി സർട്ടൺ വാല്യൂസ് ആർ പെർമിസിബിൾ. ഒരുപാട് വിലകൾ കിട്ടുമെങ്കിലും ഇതിലെ ചില വിലകൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ, പെർമിസിബിൾ ആയിട്ടുള്ളൂ. അത് ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം സൈക്ക് ഒരുപാട് വിലകൾ കിട്ടും, അതിലെ ചില വിലകൾ മാത്രമേ പെർമിസിബിൾ ആയിട്ടുള്ളൂ. ഈച്ച് പെർമിസിബിൾ വാല്യൂ ഇൻഡിക്കേറ്റ്സ് എ ഡെഫിനിറ്റ് എനർജി സ്റ്റേറ്റ് ആൻഡ് ഹെൻസ് ആൻ ഓർബിറ്റൽ. ഓരോ പെർമിസിബിൾ വാല്യൂ ഒരു പ്രത്യേക എനർജി സ്റ്റേറ്റിനെ കാണിക്കുന്നതാണ്. ആ പ്രത്യേക എനർജി സ്റ്റേറ്റ് ആണ് പിന്നീട് ഓർബിറ്റൽ എന്ന് അറിയപ്പെട്ടത്. അടുത്ത പോയിന്റ് നോക്കൂ, psi ഹാസ് നെഗറ്റീവ് വാല്യൂസ് ഓൾസോ. സൈക്ക് നെഗറ്റീവ് വാല്യൂവും കിട്ടും. ഈ നെഗറ്റീവ് വാല്യൂ വന്നാൽ അത് മീനിങ്ലെസ് ആണ്. ഒരു പ്രത്യേക എനർജി സ്റ്റേറ്റിനെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓർബിറ്റലിനെ കാണിക്കാനോ നെഗറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ വാല്യൂസും പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ psi എന്ന് പറയുന്നത് psi² ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ വി ടേക്ക് psi² ഇൻസ്റ്റെഡ് ഓഫ് psi. അപ്പോൾ സൈക്ക് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. നെഗറ്റീവ് വാല്യൂ പലപ്പോഴും മീനിങ്ലെസ് ആണ്. അതുകൊണ്ട് psi² ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ psi എന്നുള്ളതിന് പകരം psi² ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. psi² വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. psi² ഈസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അതിനെ തന്നെയാണ് ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓർബിറ്റൽ മോഡേൺ കൺസെപ്റ്റ് ആണ്. ഓർബിറ്റൽ ഈസ് ദ റീജിയൻ ഇൻ സ്പേസ്. ഓർബിറ്റൽ ഈസ് ദ റീജിയൻ ഇൻ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് where there is maximum probability of finding the electron. ഓർബിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, സ്പേസിലെ ആ സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. അപ്പൊ psi² ആണ് ഓർബിറ്റലിനെ കുറിച്ചുള്ള വിവരം തരുന്നത്. അപ്പൊ ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് കിട്ടിയത് psi² നിന്നാണ്. psi² കിട്ടിയത് psiയിൽ നിന്നാണ്. സൈക്ക് ചില പ്രത്യേക വാല്യൂസ് കിട്ടിയത് എങ്ങനെയാണ്? ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ്. ഓക്കെ, അടുത്ത കുറച്ച് പോയിന്റുകൾ ഒന്ന് നോക്കണം. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. psi ഈസ് ദ വേവ് ഫംഗ്ഷൻ. It represents only the amplitude of the electron wave. ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഫിസിക്കൽ മീനിങ് ഇല്ല. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ മീനിങ്. അതിന് പ്രത്യേകിച്ച് ഫിസിക്കൽ മീനിങ് ഇല്ല. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ മീനിങ്. അതിന് പ്രത്യേകിച്ച് ഫിസിക്കൽ മീനിങ് ഇല്ല. ഫിസിക്കൽ മീനിങ് കിട്ടണമെങ്കിൽ നമ്മൾ psi² എടുക്കണം. സൈക്ക് ചില വാല്യൂസ് നെഗറ്റീവ് വരുന്നുണ്ട്. അതുകൊണ്ട് psi² എടുക്കുമ്പോൾ മാത്രമേ അതിന് ഫിസിക്കൽ മീനിങ് വരൂ. psi² ഈസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി. നേരത്തെ പറഞ്ഞു, ഇറ്റ് ഗീവ്സ് ദ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇൻ എ റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ സാധ്യതയുള്ള, അല്ലെ, കാണാൻ മാക്സിമം സാധ്യതയുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള വിവരമാണ് psi² തരുന്നത്. ആ സ്ഥലങ്ങളെയാണ് ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്.
ഈ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കണം. അടുത്ത പോയിന്റ് കേട്ടോളൂ. വേവ് ഫംഗ്ഷൻ ഹാസ് 2 പാർട്സ്. സൈക്ക് 2 പാർട്ടുകളുണ്ട്. ഏതൊക്കെയാണത്? റേഡിയൽ പാർട്ട് ആൻഡ് ആംഗുലാർ പാർട്ട്. ഇതൊക്കെ ബുക്കിലില്ലാത്ത പോർഷൻസ് ആണ്, ഒന്ന് നോക്കിയാൽ മതി. റേഡിയൽ പാർട്ട്, മറ്റൊന്ന് ആംഗുലാർ പാർട്ട്. റേഡിയൽ പാർട്ട് ഗീവ്സ് ദ സൈസ് ഓഫ് ദ ഓർബിറ്റൽ. ഓർബിറ്റലിന്റെ സൈസിനെ കുറിച്ചുള്ള വിവരം തരുന്നത് റേഡിയൽ പാർട്ടാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എൻ ആൻഡ് എൽ. എന്നും എല്ലും എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. എൻ ഈസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആൻഡ് എൽ ഈസ് ദ അസിമുത്താൽ ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്ന് പിന്നീട് പഠിക്കാം. അപ്പൊ എൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, എൽ എന്ന് പറയുന്നത് അസിമുത്താൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ സൈക്ക് 2 പാർട്ട് ഉണ്ട്. റേഡിയൽ പാർട്ട്, മറ്റൊന്ന് ആംഗുലാർ പാർട്ട്. റേഡിയൽ പാർട്ടാണ് സൈസിനെ കുറിച്ചുള്ള വിവരം തരുന്നത്. ഓർബിറ്റലിന്റെ വലുപ്പത്തെക്കുറിച്ച് വിവരം തരുന്നത് റേഡിയൽ പാർട്ടാണ്. അത് 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഇതൊക്കെയാണ് 2 കാര്യങ്ങൾ, എൻ ആൻഡ് എൽ. എന്താ എൻ എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. എന്താണ് എൽ എന്ന് പറഞ്ഞാൽ? അസിമുത്താൽ ക്വാണ്ടം നമ്പർ. ആംഗുലാർ പാർട്ട് ഗീവ്സ് ദ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. ഓർബിറ്റലിന്റെ ആകൃതിയെക്കുറിച്ച് വിവരം തരുന്നത് ആംഗുലാർ പാർട്ടാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എൽ ആൻഡ് എം. എൽ നമുക്കറിയാം അസിമുത്താൽ ക്വാണ്ടം നമ്പർ ആണ്, ആൻഡ് എം ഈസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ ഓർബിറ്റലിന്റെ വലുപ്പം, ആകൃതി, ഇതൊക്കെ തീരുമാനിക്കാൻ സൈക്ക് കഴിയും. അപ്പൊ സൈ എന്ന് പറയുന്നതാണ് ഓർബിറ്റലിന്റെ സൈസിനെ കുറിച്ചും ഷേപ്പിനെ കുറിച്ചുമൊക്കെ ധാരണ തരുന്ന ഫംഗ്ഷൻ. ഓക്കെ, റേഡിയൽ പാർട്ട് സൈസിനെ കുറിച്ചും ആംഗുലാർ പാർട്ട് ഷേപ്പിനെ കുറിച്ചും ഉള്ള വിവരം തരും. സൈ എന്നുള്ളത് സൈ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ഫിസിക്കൽ മീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം സൈ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതിനെയാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതായത് ഓർബിറ്റൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർബിറ്റൽ എന്ന് പറയുന്നത് പുതിയ ആറ്റം മോഡലിൽ നിന്നും കിട്ടിയ വാക്കാണ്. ഓർബിറ്റൽ, പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതായത് സൈ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നമ്മൾ സ്വയം ഉണ്ടാക്കണം. എന്താണ്? ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഓർബിറ്റ്. ഡിഫറൻഷിയേറ്റ് ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ. ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഓർബിറ്റിന്റെ കാര്യം നോക്കാം. ഓർബിറ്റ്, ഇങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. ഓർബിറ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർബിറ്റ് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലർ പാത്ത് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ വൃത്താകൃതിയിലുള്ള പാതകളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സർക്കുലർ പാത്ത് ആണ്. എഴുതുക, ഓർബിറ്റ് ഈസ് ദ സർക്കുലർ പാത്ത് around the nucleus. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള പാതകളാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റ് സർക്കുലർ ആണ്, പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ഓർബിറ്റ് ഈസ് സർക്കുലർ. പോയിന്റുകളുടെ എണ്ണം കൂട്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് 2 ഡയമെൻഷൻ ആണ്. ഓർബിറ്റ് ഈസ് 2 ഡയമെൻഷണൽ. അതൊരു പോയിന്റ് ആണ്. 2 ഡയമെൻഷണൽ. ഓർബിറ്റ് 2 ഡയമെൻഷണൽ ആണ്. ഇത് പഴയ കൺസെപ്റ്റ് ആണ്, അതായത് ക്ലാസിക്കൽ കൺസെപ്റ്റ് ആണ്, അല്ലേ? ഇറ്റ് ഈസ് ക്ലാസിക്കൽ കൺസെപ്റ്റ്, പഴയ കൺസെപ്റ്റ് ആണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റ് ഈസ് ക്ലാസിക്കൽ കൺസെപ്റ്റ്. അപ്പൊ 4 പോയിന്റായി ഓർബിറ്റിനെ കുറിച്ച്. ന്യൂക്ലിയസിന് ചുറ്റും
ഉള്ള വൃത്താകൃതിയിലുള്ള പാതകളാണ് ഓർബിറ്റ്. ഓർബിറ്റ് സർക്കുലർ ആണ്. ഓർബിറ്റ് 2 ഡയമെൻഷനിലാണ്. ഇത് ക്ലാസിക്കൽ കൺസെപ്റ്റാണ്, പഴയ കൺസെപ്റ്റാണ്. ഇനി ഓർബിറ്റൽ എന്താണെന്ന് നോക്കാം. ഓർബിറ്റൽ എന്ന് പറയുന്നത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓർബിറ്റൽ എന്താണ്? ഓർബിറ്റൽ ഫസ്റ്റ് പോയിന്റ് എന്താണ് വരിക? ഓർബിറ്റൽ എന്ന് പറയുന്നത് നോക്കാം. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി, നമ്മുടെ സൈ സ്ക്വയർ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ ഈസ് ദ റീജിയൻ, നേരത്തെ എഴുതിയതാണ്, റീജിയൻ ഇൻ സ്പേസ് where there is maximum probability of finding the electron. Orbital is the region in space where there is maximum probability of finding the electron. ഏതിനു ചുറ്റും? around the nucleus. നേരത്തെ കണ്ടതാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. കണ്ടോ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വന്നു. സാധ്യതയുള്ള സ്ഥലങ്ങൾ. അടുത്ത പോയിന്റ്, ഓർബിറ്റലുകൾക്ക് പല ആകൃതികളുണ്ട്. നമ്മൾ പഠിക്കും. ഓർബിറ്റൽസ് ഹാവ് ഡിഫറൻറ്റ് ഷേപ്സ്. ഓർബിറ്റലുകൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ആകൃതികളുണ്ട്. ഓർബിറ്റൽസ് ഹാവ് ഡിഫറൻറ്റ് ഷേപ്സ്. പിന്നെ ഇത് മോഡേൺ കൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് മോഡേൺ കൺസെപ്റ്റ്. ഇത് മോഡേൺ കൺസെപ്റ്റാണ്. ഓർബിറ്റൽസ് ആർ 3 ഡയമെൻഷണൽ. ഓർബിറ്റൽസ് ആർ 3 ഡയമെൻഷണൽ. ഓക്കെ, എല്ലാ പോയിന്റും ആയി. അപ്പോൾ ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ ചോദിക്കും. ഓർബിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സർക്കുലർ പാത്താണ്. ഇലക്ട്രോണുകൾക്ക് ചലിക്കാനുള്ള സർക്കുലർ പാത്താണ്. ഓർബിറ്റ് ഈസ് സർക്കുലർ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വൃത്താകൃതിയാണ്. ഇത് 2 ഡയമെൻഷനിലാണ്. സർക്കിൾ എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാണ്. ഇറ്റ് ഈസ് ക്ലാസിക്കൽ കൺസെപ്റ്റ്, പണ്ടത്തെ കൺസെപ്റ്റാണ്. ഇനി ഓർബിറ്റലിന്റെ കാര്യമോ? ഓർബിറ്റൽ ഈസ് ദ റീജിയൻ ഇൻ സ്പേസ്. സ്പേസിലെ സ്ഥലങ്ങളാണ് റീജിയൻ ഇൻ സ്പേസ് വേർ ദർ ഈസ് മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, ഓർബിറ്റൽസ് ഹാവ് ഡിഫറൻറ്റ് ഷേപ്സ്. നമ്മൾ പഠിക്കും. എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, പലതിനും പല ആകൃതിയാണ്. ഇറ്റ് ഈസ് മോഡേൺ കൺസെപ്റ്റ്. മറ്റൊന്ന്, ഓർബിറ്റൽസ് ആർ 3 ഡയമെൻഷണൽ. ഓർബിറ്റലുകൾ 3 ഡയമെൻഷനാണ്. ഇപ്പോൾ പുതിയ ആറ്റം മോഡലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. പുതിയ ആറ്റം മോഡലിൻ്റെ അടിസ്ഥാനം ഒരു ഇക്വേഷനാണ്. ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്നാണ് അതിൻ്റെ പേര്. H cap psi equal to E psi എന്ന് നമ്മൾ പഠിച്ചു. അത് സോൾവ് ചെയ്യുമ്പോൾ സൈക്ക് ധാരാളം വിലകൾ കിട്ടും. ചില വിലകൾ മാത്രമേ പെർമിസിബിൾ ആയിട്ടുള്ളൂ. ആ പെർമിസിബിൾ ആയിട്ടുള്ള വാല്യൂ ഒരു പ്രത്യേക എനർജി സ്റ്റേറ്റിനെ കാണിക്കുന്നതാണ്. അതായത് ഒരു പ്രത്യേക ഓർബിറ്റലിനെ കാണിക്കുന്നതാണ്. സൈക്കുള്ളൊരു കുഴപ്പം, ചില വാല്യൂസ് നെഗറ്റീവാണ്. അതുകൊണ്ട് സൈ എന്നുള്ളതിന് പകരം കൂടുതൽ ഫിസിക്കൽ മീനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ സൈ സ്ക്വയർ ആണ് ഉപയോഗിക്കുന്നത്. സൈ സ്ക്വയർ ആണ് ആക്ച്വലി ഓർബിറ്റൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, ഓർബിറ്റലുകൾക്ക് പല ആകൃതിയുണ്ട്. അത് മോഡേൺ കൺസെപ്റ്റാണ്. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പരിഗണിച്ചിട്ടാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ പരിഗണിച്ചിട്ടാണ് പുതിയ ആറ്റം മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ മോഡലുമായി ബന്ധപ്പെട്ട
മറ്റ് ചില കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ക്വാണ്ടം നമ്പേഴ്സ്, ഓർബിറ്റൽസിൻ്റെ ആകൃതി ഷേപ്പ്, ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, ബൈ.